നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്റെ ദൈവമേ, ഇത് വലിയ സർപ്രൈസ് ആയി പോയല്ലോ. അമ്മ ഇപ്പൊ വന്നതേ ഉള്ളൂ. എന്താ അമ്മ ഇത്? ഒരു ബേക്കറി മുഴുവൻ വാങ്ങിച്ചു വന്നിട്ടുണ്ടല്ലോ. അല്ല, അമ്മ നന്ദുവിനെ കണ്ടില്ലേ? ഇന്നലെ വരൂ, നമുക്ക് മുറിയിലിരുന്ന് സംസാരിക്കാം. അതെന്ത് മര്യാദ അനുരാധെ? എല്ലാരും കൂടി ഇവിടെ സംസാരിക്കല്ലേ? ഇത് നമ്മുടെ പ്രിയ ബേക്കറി എന്നാണോ അമ്മേ? അവിടെ ചക്ക വറുത്തുണ്ടായിരുന്നല്ലോ, അത് വാങ്ങായിരുന്നില്ലേ? അതാ ഇതിനെക്കാട്ടും നല്ലത്. നന്ദുവിനിതാ ഇഷ്ടം. ഞാനിത് നിനക്ക് വേണ്ടിയല്ലേ, എന്റെ മോക്ക് വേണ്ടി കൊണ്ടുവന്നത്. എന്താ ഇന്നലെ പറയുന്നേ? സുമിതയും നന്ദിനയും നിന്റെ മക്കൾ തന്നെയല്ലേ? സ്വന്തം മക്കളോട് ഏതെങ്കിലും ഒരു അമ്മ ഇങ്ങനെ വേർതിരിവ് കാണിക്കോ? പ്രത്യേകിച്ച് അവര് ഗർഭിണിയായിട്ടിരിക്കുമ്പോ. വേർതിരിവിന്റെ കാര്യമൊന്നും നിങ്ങൾ പറയേണ്ട കാദംബരിയമ്മേ. നിങ്ങൾ കാണിക്കുന്നിടത്തോളം വേർതിരിവൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. നിങ്ങളുടെ കൊച്ചുമോന്റെ ഭാര്യ ആയതുകൊണ്ട് മാത്രം സുമിതേച്ചി എടുത്ത് തലയിൽ വെച്ചിട്ട് എല്ലാം ഉപദ്രവിക്കലല്ലേ നിങ്ങളുടെ പണി? സ്വന്തം വീട്ടിൽ നിന്ന് കിട്ടാത്തതാ നിനക്ക് എന്റെ കയ്യിൽ നിന്ന് കിട്ടിയെന്ന് കൂട്ടിയാ മതി. ഇത്ര തോന്നിപ്പിച്ചിട്ട് അമ്മ കണ്ട് ആസ്വദിക്കുകയാണല്ലേ. നമ്മളെ കൊണ്ട് ഇത്രയൊക്കെ അല്ലേ പറ്റൂ. പറഞ്ഞു പറഞ്ഞ് എന്തും പറയാന്ന് വിചാരിക്കരുത്. പ്രായത്തിന്റെ ബഹുമാനം തന്നിട്ടാ ഞാൻ സ്വയം നിയന്ത്രിക്കുന്നത്. അങ്ങനെ കഷ്ടപ്പെട്ട് നിയന്ത്രിക്കൊന്നും വേണ്ട ഇന്നിരെ. ഓരോരുത്തർക്കും അവരവരുടെ നിലവാരത്തിനനുസരിച്ചല്ലേ പെരുമാറാൻ പറ്റൂ. നിന്റെ അടുത്തുനിന്ന് കൂടുതൽ നിലവാരമൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അമ്മ, വീട്ടിൽ കയറി വന്ന ആൾക്കാരോടാണോ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? വന്ന് കേറിയവർക്കും വേണ്ടേ അങ്ങനെ ഒരു ഔചിത്യം? അച്ഛമ്മേ, മതി, ഇവിടെ വഴക്കൊന്നും വേണ്ട. അമ്മ നന്ദുവിന് വേണ്ടി കൊണ്ടുവന്നതൊക്കെ അവക്ക് തന്നെ കൊടുത്തോളൂ, എനിക്കൊന്നും വേണ്ട. ഇത് ഞാൻ പിണങ്ങിയിട്ടല്ല, സന്തോഷത്തോടു കൂടി തന്നെ പറയുന്നേ. ഒരു കണക്കിന് നോക്കിയാൽ അത് തന്നെയാ ന്യായം. കാരണം ആത്മാർത്ഥതയോടുള്ള സ്നേഹവും കരുതലും കിട്ടാതെ പോകുന്നത് നന്ദുവിനാമ്മേ. അതിവളെ തിരിച്ചറിയുന്നില്ലെന്നേ ഉള്ളൂ. അമ്മയുടെ അടുത്തുനിന്നെങ്കിലും ഇവക്കത് കിട്ടിക്കോട്ടെ. എന്നെ ആര് നോക്കുന്നതിനെക്കാട്ടും നന്നായിട്ട് ഗിരി നോക്കുന്നുണ്ട്, അത് മതി. അതിലപ്പുറം ഒന്നും എനിക്ക് വേണ്ട. തൃപ്തിയായല്ലോ എല്ലാവർക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.